നമസ്കാരം. ഗൾഫ് മേഖലയിലേക്ക് ആക്രമണം തുടരുന്ന ഇറാനോട് എത്രയും വേഗം അത് അവസാനിപ്പിക്കണം അല്ലെങ്കിൽ ആക്രമണം നിർത്തണം എന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് GCC രാജ്യങ്ങൾ. ഇറാന്റെ ആക്രമണം വൻ നാശനഷ്ടങ്ങളാണ് GCC രാജ്യങ്ങൾക്കുമേൽ വരുത്തിവെക്കുന്നത്. ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറാൻ ഉടൻ യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് UAEയും സൗദി അറേബ്യയും ആവശ്യപ്പെട്ടിരിക്കുന്നത്. UAE പ്രസിഡന്റും സൗദി കിരീടാവകാശിയും ഫോണിലൂടെ നിലവിലെ സാഹചര്യം ചർച്ച ചെയ്യുകയും മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ അടിയന്തര നയതന്ത്ര ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. സംഘർഷം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്നത് തടയാൻ അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദം ശക്തമാക്കാനാണ് ഇരു രാജ്യങ്ങളുടെയും തീരുമാനം. ദുബായ് വിമാനത്താവളത്തിന് നേരെ ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് വിമാനത്താവളത്തിന് സമീപം വൻ തീപിടുത്തമാണ് റിപ്പോർട്ട് ചെയ്തത്. ഇറാനും അമേരിക്ക ഇസ്രയേൽ സഖ്യവും തമ്മിലുള്ള യുദ്ധം തുടരുന്ന പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇറാൻ ഇത്തരത്തിൽ ഡ്രോണുകളും മിസൈലുകളും തൊടുത്തുവിടുന്നത്. മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കാനും തീ അണയ്ക്കാനുമുള്ള അടിയന്തര നടപടികൾ അധികൃതർ സ്വീകരിച്ചു വരികയാണ്. ഗൾഫ് രാജ്യങ്ങൾ ഇറാന്റെ മിക്ക ആക്രമണ ശ്രമങ്ങളെയും പ്രതിരോധിക്കുന്നുണ്ട് എങ്കിലും നിലവിലെ സാഹചര്യം വലിയ ആശങ്കകൾക്കാണ് ഇടവയ്ക്കുന്നത്. അതായത് ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടി സ്വീകരിച്ചു എന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നതും. ഇന്ധന ടാങ്കറിലാണ് ഡ്രോൺ അവശിഷ്ടം പതിച്ചത്. തീ അണയ്ക്കാൻ ശ്രമിക്കുകയാണ് എന്നും സംഭവത്തിൽ ആർക്കും ഇതുവരെയും പരിക്കേറ്റിട്ടില്ല എന്നാണ് അധികൃതർ നൽകുന്ന വിവരം. ഇതിനിടെ ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി UAEയിലെത്തിയിരുന്നു. UAE വിദേശകാര്യമന്ത്രി അബ്ദുള്ള ബിൻ സായിദുമായി ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി നിർണായകമായ ചർച്ച നടത്തി. പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള ചർച്ചകൾ തുടരുകയാണ്. എന്തായാലും UAE പ്രസിഡന്റുമായും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായും സംസാരിച്ചു. UAEയും സഹോദര രാജ്യങ്ങളെയും ലക്ഷ്യമിട്ട് ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളിൽ സുപ്രധാന ചർച്ച നടന്നു എന്നാണ് വാർത്ത. അടിയന്തരമായി യുദ്ധം അവസാനിപ്പിക്കണമെന്ന് സൗദിയും UAEയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഖത്തർ പ്രധാനമന്ത്രിയും സൗദി വിദേശകാര്യമന്ത്രിയും തമ്മിൽ സംസാരിച്ചിരുന്നു. ബഹ്റിൻ വിദേശകാര്യമന്ത്രിയുമായും സംസാരിച്ചു. ഇതിനിടെ കൂടുതൽ ആക്രമണ ശ്രമങ്ങൾ തടഞ്ഞു എന്നാണ് സൗദി വ്യക്തമാക്കുന്നത്. ഇതുവരെ സൗദി 56 ബാലിസ്റ്റിക് മിസൈലുകളും 17 ക്രൂയിസ് മിസൈലുകളും 450 ഡ്രോണുകളുമാണ് നേരിട്ടത്. ആക്രമണ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ മൊബൈൽ ആപ്ലിക്കേഷനും സൗദി പുറത്തിറക്കിയിരുന്നു. അതേസമയം ലക്ഷ്യം പൂർത്തിയാക്കും വരെ ഇറാനുമേൽ ആക്രമണം തുടരുമെന്നാണ് ഇസ്രയേൽ സൈനിക വക്താവ് വ്യക്തമാക്കുന്നത്. സർക്കാരുകളെ അട്ടിമറിക്കുക അല്ല ലക്ഷ്യമെന്നും ഡെഹ്റിൻ പ്രതികരിച്ചു. അതിനിടെ ഇറാൻ ചർച്ചകൾക്ക് തയ്യാറായി എന്ന ട്രംപിന്റെ അവകാശവാദം ഇറാന്റെ വിദേശകാര്യമന്ത്രി പാടെ നിഷേധിച്ചിരിക്കുകയാണ്. ഒരിക്കലും അമേരിക്കയ്ക്ക് കീഴടങ്ങാൻ ഇറാന് തരമില്ല എന്നാണ്, അല്ലെങ്കിൽ താല്പര്യമില്ല എന്ന് തന്നെയാണ് ഇറാൻ പറഞ്ഞു വെക്കുന്നത്.